ശരീരത്തിൽ തുടരാൻ കഴിയില്ല. ഞാൻ പിടിക്കപ്പെട്ട നശിപ്പിക്കപ്പെടും. അത് പാടില്ല. ലക്ഷ്യം കാണാതെ ഞാൻ നശിക്കപ്പെടാൻ പാടില്ല. ആരവിന് എങ്ങനെയുണ്ടോ എന്തോ. അവൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. എണീക്കണ സമയം കഴിഞ്ഞല്ലോ. പാവം, ഇന്നലെ പെട്ടെന്ന് ബോധം കെട്ട് വീണപ്പോ ശരിക്കും പേടിച്ചിട്ടുണ്ട്. നമ്മൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അവന്റെ പേടി. അവൻ ഇന്നലെ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത് എന്താന്ന് അറിയണ്ടേ? സേഫ് ആയിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വീണ്ടും അതുപോലെ വന്നാലോ? ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? എങ്ങോട്ട് പോയാലും പിന്തുടരുന്നവരുണ്ട്. പെട്ടെന്ന് ആർക്കും സംശയം തോന്നാത്ത എവിടെയെങ്കിലും കൊണ്ടുപോവാം. ഷൈനി, അങ്ങനെ ഒരു ക്ലിനിക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ട്രൈ ചെയ്യാം. ഇത്ര നേരമായിട്ട് അവനൊന്നും ഉണരാത്തെ. ആരവേ, ആരവേ, ആരവ്, നീ എണീറ്റ് പോരെ. ഞങ്ങളെല്ലാവരും എണീറ്റു. ആരവേ, അവനെന്താ വിളി കേൾക്കാത്തെ? നോക്കട്ടെ. ഉണർന്നില്ലെങ്കിലേ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കാം. വൃന്ദയ്ക്ക് ആരവിനെ ഇന്ന് വഴക്കിട്ടാനായി പോണേ. ഉറക്കത്തിനിടയിൽ അവനെ ശല്യം ചെയ്ത് അവന് ഇഷ്ടമല്ല. ആരവ്, ആരവേ, ആരവ് എങ്ങോട്ട് പോയി? ഇത് ആരവിന്റെ ഡ്രസ് അല്ലേ? അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് എങ്ങോട്ട് പോയി? ആരവ പറയാതെ പോയോ? അവന് വയ്യാതിരിക്കാണല്ലോ. എന്നിട്ട് എന്തിനാ അവൻ പുറത്തേക്ക് പോയത്? സുഖമില്ലാത്ത അവസ്ഥയില് അവൻ എവിടെ പോവാന്? ഇന്നലെ വീണതുപോലെ എവിടെയെങ്കിലും അവൻ വീണുപോയാലോ? നമ്മൾ അവന് വാങ്ങി കൊടുത്ത മറ്റു സാധനം അവൻ കൊണ്ടുപോയിട്ടില്ല. അപ്പം അവൻ ഇവിടെ ഉപേക്ഷിച്ചു പോയതല്ല. ഇടയ്ക്കിടെ അവനിങ്ങനെ ഇറങ്ങി പോവാറുള്ളതല്ലേ. പെട്ടെന്ന് വരുകയും ചെയ്യുമല്ലോ. അതാണല്ലോ അവന്റെ സ്വഭാവം. അവനെവിടെയെങ്കിലും വീണുപോയാ ആകെ പ്രശ്നമാവുമല്ലോ. അവനെ മറ്റുള്ളവർ തിരിച്ചറിയും. ആർക്ക് സംശയം തോന്നാത്ത വിധം നമുക്ക് ഈ ഹോസ്റ്റൽ പരിസരത്തെല്ലാം ഒന്ന് അന്വേഷിക്കാം. നിങ്ങൾ വാ. നീ വരുന്നില്ലേ? ഈ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ വരാം. നീ പൊയ്ക്കോ. ഒരു വാക്ക് പറയാതെ നീ എന്താടാ പോയത്? ഞാൻ ഈ ഗേറ്റ് അടച്ചിട്ട് പോയതാണല്ലോ. ആരാ തുറന്നിട്ടത്? ഈ സമയത്ത് ഇവിടെ ആര് വരാനാ? പത്രം വെളുപ്പാങ്കാലം വരേണ്ടതാണല്ലോ. ഇന്ന് പത്രം വന്നില്ലേ? സാർ എണീറ്റോ? സാർ ഉറക്കം ഉണരുമ്പോൾ പത്രവും കോഫിയും കൊടുക്കണമല്ലോ.